2018 അങ്കമാലി മൂക്കന്നൂരിലുണ്ടായ കൂട്ടക്കൊലപാതകം നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും നടുക്കുന്ന ഓർമ്മയാണ്. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സഹോദരനെയും കുടുംബത്തെയും വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം. ആ കേസിൽ പ്രതി ബാബു കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. പ്രതിക്കെതിരെ കൊലപാതകവും വധശ്രമവും അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞു. ശിക്ഷയിന്മേലുള്ള വാദം ഈ മാസം 29 നടക്കും. സഹോദരൻ ശിവൻ, ഭാര്യ വത്സല, ഇവരുടെ മകൾ സ്മിത എന്നിവരെയാണ് വീട്ടിൽ അതിക്രമിച്ച് കയറി വെട്ടിക്കൊലപ്പെടുത്തിയതെന്നാണ് കേസ്. ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സഹോദരനായ 62 വയസ്സുള്ള ശിവൻ, ഇയാളുടെ ഭാര്യ വത്സല 58 വയസ്സ്, ഇവരുടെ മകൾ 30 വയസ്സുള്ള സ്മിത എന്നിവരെയാണ് ബാബു വെട്ടിക്കൊലപ്പെടുത്തിയത്. സ്മിതയുടെ ഇരട്ടക്കുട്ടികളായ അപർണയ്ക്കും അശ്വിനും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. മറ്റ് 2 സഹോദരങ്ങളുടെ ഭാര്യമാർക്ക് നേരെയും ബാബു വധശ്രമം നടത്തിയെങ്കിലും ഇവർ ഓടി രക്ഷപ്പെട്ടു. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം അമ്പലക്കുളത്തിൽ ചാടിയ ബാബുവിനെ നാട്ടുകാരും പോലീസും ചേർന്ന് അന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു. പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തി. ശിക്ഷയിലുള്ള വാദത്തിനു ശേഷം വിധി പ്രസ്താവിക്കും. ന്യൂസ് 18 കൊച്ചി.